പല ഭയങ്ങളെയും നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ പോകുന്നേയില്ല. അതാണ് ഭയത്തിന്റെ പ്രത്യേകത. നമ്മൾ പേടിച്ച പ്രേതം ഉണ്ടല്ലോ, പ്രേതം ഇന്ന് വരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള സീനിയേഴ്സ് പറയും, വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് ഒരു ശബ്ദം കേൾക്കും, പുറത്തിറങ്ങി. ഹോസ്റ്റലിൽ ജീവിച്ചിട്ടുണ്ടോ? മനോഹരമായ ജീവിതമാണ്. അയ്യോ, അവിടുത്തെ വാർഡന്റെ ഭാഷ സംസ്കൃത, തുളു, കന്നഡ, പിന്നെ ചോറിന്റെ മുമ്പിൽ ഒഴിക്കുന്ന സാമ്പാർ നമ്മൾ കാണുക പോലുമില്ല. അതാണ്, നമ്മൾ കാണാത്ത സാമ്പാറാണ് നമ്മൾ കഴിക്കുക. കാരണം അത് ഒഴിച്ചാൽ അങ്ങനെ എടുക്കും. ഒഴിക്കുന്ന ആൾ പറയുന്നത്, ആ പോയതാണ് സാമ്പാർ, ഇത് അതിൻ്റെ കൂട്ടത്തിലുള്ള വെണ്ടയ്ക്ക. നമ്മളൊരു പ്രേതത്തെയും കാണൂല. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ സൈക്കോളജി പഠിച്ച എൻ്റെ ഒരു അധ്യാപകനോട് ചോദിച്ചു, സാറേ എനിക്ക് പ്രേതത്തിനെ പേടിയുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അയാൾ പറഞ്ഞെന്താ പറയുക, വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് പുറത്തിറങ്ങി 10 മിനിറ്റ് നിൽക്ക്, നിന്റെ പേടി പൊക്കോളും. ഞാനത് പരീക്ഷിച്ചു. വെള്ളിയാഴ്ച കാത്തുകാത്തിരുന്നിട്ട് 12 മണി രാത്രി ആയപ്പോൾ ഞാനിങ്ങനെ പതുക്കെ ഡോറൊക്കെ തുറന്ന് പുറത്തിറങ്ങി നിന്നു. അത്യാവശ്യം നിലാവൊക്കെ ഉണ്ട്. ഞാൻ നിന്നപ്പോൾ വാവ് നൈസ്, ഒരു കുഴപ്പമില്ല, ഒറ്റയ്ക്ക് രാത്രി ഒന്നുമില്ല, പ്രശ്നമില്ല, വാവ് ബ്യൂട്ടിഫുൾ. ഇതിനാണോ ഞാൻ പേടിച്ചത്? ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, പുറകിലാരോ ആരോ. പിന്നെ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി. രാവിലെയാണ് പോയത്. നാട്ടുകാർ പലതും പറഞ്ഞു. നമ്മൾ ഈ പ്രേതത്തെ പേടിയ പക്ഷെ കണ്ടിട്ടില്ല. യൂറോപ്യൻ ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് ബഹുഭൂരിപക്ഷം പേര് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പ് ചുറ്റിക്കിടക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ച് പാമ്പിനെ പുറത്തടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലഷ് അടിച്ചിട്ട് എത്ര ലിറ്റർ വെള്ളം കളഞ്ഞത്. ആ പാമ്പ് അവിടെ വരൂല. ഞാൻ 9ാമത്തെ നിലയിലെ ഫ്ലാറ്റിലെ താമസിക്കുക. എൻ്റെ ഭാര്യ ഇപ്പോഴും പാമ്പിനെ ചൊട്ടിക്കാം. പാമ്പിന് ഒന്നാണുണ്ടോ നിനക്ക് 9 നിലത്ത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കാൻ? അങ്ങനെ ഒരു പാമ്പിനെ നമ്മൾ കാണൂല. നമ്മൾ കൊറിയൻ സിനിമയിൽ കാണുന്ന സൈക്കോ ഉണ്ടല്ലോ, രാത്രി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മഞ്ഞ ലൈറ്റിൽ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ കുത്തുന്ന ആ സൈക്കോയെ നമ്മൾ കാണൂല. പ്രോബബിലിറ്റി പോസിബിലിറ്റി എന്നാ പറയാം. പ്രോബബിലിറ്റി പോസിബിലിറ്റി, സാധ്യമാണ്, നടക്കോ നടക്കില്ല. അതാണ്. ഒരാൾ ഒരു നൂല് പിടിച്ചിട്ട് അവിടുന്ന് സ്പീഡിൽ ഓടി വരുന്നു. നൂല് സൂചിയിൽ കുറക്കാനാണ്. ഒരാൾ അവിടുന്ന് ഓടി വരുന്നു, വേറൊരാൾ ഇവിടുന്ന് സൂചി എടുത്തിട്ട് ഇങ്ങനെ ആ സൂചിയിൽ അതും പിടിച്ചിട്ട് ഇങ്ങനെ ഓടി വരുന്നു. ഇങ്ങനെ ഓടി വന്നിട്ട് അതിനുള്ളിൽ കയറ്റണം. ഇത് നടക്കോ? പോസിബിൾ ആണോ? പോസിബിളാണ്, പക്ഷെ പ്രോബബിലിറ്റി ഇല്ല. നടക്കും, പക്ഷെ സാധ്യത കുറവാണ്. ഇത്രയേ ഉള്ളൂ. പല ഭയങ്ങളെയും നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ പോകുന്നേയില്ല.